MRIയും നമ്മുടെ പേസ് മേക്കറുമായിട്ട് ഇന്റർഫിയർ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും പുതിയ ജനറേഷൻ MRI കമ്പാറ്റബിൾ ആയിട്ടുള്ള പേസ് മേക്കേഴ്സ് വരുന്നുണ്ട്. അത് തന്നെയും അവർ ഉപയോഗിക്കുന്ന വേർഡ് കണ്ടീഷണൽ എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ MRIയും എടുക്കാമെന്നല്ല, ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ 1.5 ടെസ്ല 2 ടെസ്ല എന്നൊക്കെ പറഞ്ഞ MRI മെഷീൻ്റെ ശക്തിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്ന MRI എടുക്കാൻ പറ്റും. അത് തന്നെ എവിടെ എടുക്കുന്നുള്ളൂ. ഇപ്പം ബ്രെയിൻ്റെ ഒരു MRI എടുക്കാൻ പലപ്പോഴും ഹാർട്ട് ഇന്റർഫിയർ ചെയ്യില്ല. പക്ഷേ ഒരു കാർഡിയക് MRI ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രിക്കോഷൻ എടുക്കേണ്ടി വരും. CT എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. എക്സ്റേ CT എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പല അസുഖങ്ങൾക്കും CT മതിയാവും. MRI എടുക്കേണ്ടി വരുവാണെങ്കിൽ മാത്രമേ പേസ് മേക്കർ ഇന്റർഫിയർ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ആ MRI സേഫ് ആണോ വേറെന്നൊന്ന് നോക്കുക. അല്ലെങ്കിൽ MRI ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ, CT എടുത്താൽ മതിയോ എന്നൊന്ന് ഫൈനലൈസ് ചെയ്യാം. ഇത് MRI വേണം, അത് അത്യാവശ്യമാണെന്ന് ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ പേസ് മേക്കറിനെ ഒരു പെർട്ടിക്കുലർ MRIയുടെ ഒരു വലിയ ഇഫക്റ്റ് വരാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മോഡിലോട്ടാക്കാൻ പറ്റും. ഇന്റർഫിയറൻസ് മിനിമം ആവുന്ന രീതിയിൽ പേഷ്യൻറ്റിന് ആ പേസ് മേക്കറിന് എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളതുകൂടെ നോക്കിയിട്ടായിരിക്കും ഈ മോഡ് ചേഞ്ച് ചെയ്യണോ വേണ്ട എന്നും തീരുമാനിക്കുന്നത്. പേഷ്യൻറ്റ് വല്ലപ്പോഴും ഹാർട്ട് ബീറ്റ് കുറയുന്ന പ്രശ്നമാണെങ്കിൽ പലപ്പോഴും പേസ് മേക്കർ ഇച്ചിരി നേരത്തേക്ക് ഒരു ഇന്റർഫിയറൻസ് വന്നെന്ന് വിചാരിച്ച പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ പേഷ്യൻ്റെ ലൈഫ് തന്നെ ആ പേസ് മേക്കറിലാണെങ്കിൽ നമുക്കത് കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ MRI എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം അതിനകത്ത് ചേഞ്ചസ് വരുത്താൻ. MRI പുതിയ ഡിവൈസസ് MRI എടുക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ അതൊരു അസസ്മെൻറ്റിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ ഏത് തരം MRI ആണെന്നുള്ളത്.